നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മളുടെ ചാനലിൽ നാഗസ്തുതിയുടെ ഒരു കവർ വേർഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന രീതിക്ക് ഉള്ള സ്റ്റെപ്സ് ഇട്ടാണല്ലോ നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇന്നും നാഗസ്തുതിയുടെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ താഴെ ഇങ്ങനെ റൈറ്റ് മുട്ടുകുത്തി ലെഫ്റ്റ് കാലിങ്ങനെ ബാക്കിലോട്ടാക്കിയിട്ട് ഇരിക്കണം. ഇനി അഥവാ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് റൈറ്റ് ലെഗ് ഇങ്ങനെ കുത്തി വെച്ചിരുന്നാലും മതി. രണ്ടാണെങ്കിലും ഓക്കെ, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുപോലെ ഇപ്പോൾ കാണിച്ചു തരാമേ. കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ഈ രണ്ട് വിരൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ നാഗത്തിനെ പിടിച്ചിട്ട് 1 2 3 4 എന്നിട്ട് പതുക്കെ ആ ലെഫ്റ്റ് ലെഗിങ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് എഴുന്നേക്കണം. എന്നാലേ നമുക്കൊരു സപ്പോർട്ട് കിട്ടും, മറിഞ്ഞു പോവാതെ എഴുന്നേക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും അരമണ്ഡലത്തിൽ ഇങ്ങനെ 5 6 7 8. ഓക്കെ, അപ്പോൾ 8 സെക്കൻഡിൽ നമ്മൾ എഴുന്നേറ്റ് വരണം. ഇനി അരമണ്ഡലത്തിൽ ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു 8 സെക്കൻഡ് കണക്കാക്കി കൈ അങ്ങ് എടുത്താൽ മതി. ഇത്ര മനസ്സിലായോ എല്ലാവർക്കും? അത് കഴിഞ്ഞിട്ട് നമ്മൾ ശിവനെ അളപത്മം പിടിച്ച് റൈറ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലൂടെ കറക്കി ശിവൻ്റെ കൈ ഇങ്ങനെ എടുക്കും. ശിവാഭരണം, ആഭരണം കാണിക്കുമ്പോൾ ഇത്രയും എടുത്താൽ മതി. കാരണം കഴുത്തിൻ്റെ ഭാഗത്താണല്ലോ സർപ്പം ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാണിച്ചാൽ മതി കേട്ടോ. ഇനി അഥവാ ഫുള്ള് വേണമെങ്കിലും കാണിക്കാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശിവാഭരണം, എന്നിട്ട് ഘോര ഘോര രൂപം. കൈ ആദ്യം ഇങ്ങനെ രൗദ്രമാണേ 1, അത് കഴിഞ്ഞ് ചതുരമുദ്ര ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് രൂപം, എന്നിട്ട് ബാക്കിലോട്ട് പഞ്ച ഇന്ദ്രിയ താരകം ഇങ്ങനെ കാണിക്കും. പഞ്ച ഇന്ദ്രിയ ഹംസാസ്യം ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ താരകം. ഇത് കുറച്ച് ഫാസ്റ്റായിട്ടാണ്, അപ്പോൾ കൈകൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കൈ നമ്മൾ ശിവൻ്റെ ഈ കൈയാണ് കാണിക്കുന്നത്. അതായത് റൈറ്റ് കൈയിൽ സിംഹമുഖം ഇങ്ങനെ തിരിച്ച് അകത്തേക്ക് ചെവിയുടെ അടുത്തോട്ടും, ലെഫ്റ്റ് കൈയിൽ തൃപ്പതാക ഈ ചെവിയുടെ ഹോളിൻ്റെ ഒരു ലെവലിലാണ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. ശിവാഭരണം, കൈ സെയിം തന്നെ, കാലിങ്ങനെ കറക്കി ഇങ്ങനെ എടുത്തിട്ട് ഘോര പറയുമ്പം സെയിം കൈ തന്നെ, പക്ഷെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങും. ഘോര രൂപം. ഇനി അടുത്തതും കൈ സെയിം തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് കോർണറിലോട്ട് ലെഫ്റ്റ് കാലിൽ ഇങ്ങനെ ഒന്ന് ഇരുന്ന് റൈറ്റ് കാലിങ്ങനെ പൊക്കും. പഞ്ച ഇന്ദ്രിയ, അതായത് ലെഫ്റ്റ് കാലിൽ ഇരുന്ന് റൈറ്റ് കാല് പൊക്കിയിട്ട് ആ റൈറ്റ് കാല് ബാക്കിലോട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്ദ്രിയ, എന്നിട്ട് ഈ ബാക്കിൽ കുത്തിയിരിക്കുന്ന റൈറ്റ് കാലെടുത്ത് അരമണ്ഡലത്തിൽ വയ്ക്കും. താരകം. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ടുപേരും ഞാനൊന്ന് ചേർത്ത് കാണിച്ചു തരാമേ, പതുക്കെ ചെയ്തു തരാമേ. കാര്യം പാട്ട് ഞാൻ പറഞ്ഞല്ലോ ഫാസ്റ്റാണ്, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ. ശിവാഭരണം ഘോര രൂപം പഞ്ച ഇന്ദ്രിയ താരകം. ശിവാഭരണം ഘോര രൂപം പഞ്ച ഇന്ദ്രിയ താരകം. മനസ്സിലായോ ഇത്ര എല്ലാവർക്കും? ഇനി അടുത്തത് ലെഫ്റ്റ് കൈ ഇവിടെ പിടിക്കും, റൈറ്റ് കൈ ഇങ്ങനെ ഹംസാസ്യം 1 2 3 4. ആദ്യത്തെ കൈ ഇങ്ങനെ, അപ്പോൾ നമ്മളിങ്ങനെ 1 2 ഇങ്ങനെ കുനിയാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്ത് ഇങ്ങനെ 1 2 3 4 കുഴിപ്പതാക പിടിച്ച് രണ്ട് കോർണറിലോട്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് 1 2 3 4 കാലിങ്ങനെ ഓരോ കാലിൽ. അപ്പോൾ ആദ്യം ലെഫ്റ്റ് കൈ ഡോളാഹസ്തം, റൈറ്റ് കൈയിൽ ഇങ്ങനെ സർപ്പശിരസ് പിടിച്ചിട്ട് 1 2 3 4 1. അപ്പോൾ നമ്മൾ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാലാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 1 2 3 4. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെ ചേർത്ത് ചെയ്യും?
എന്നിട്ട് നമ്മൾ മുട്ടുകുത്തി റൈറ്റ് മുട്ടുകുത്തി ഇരുന്നിട്ട് ഇങ്ങനെ പൂജിക്കുന്നത് പോലെ ഇങ്ങനെ തൊഴുതെഴുന്നേക്കും. ഇത്ര മനസ്സിലായോ? ഇനി അടുത്തത് നാഗനാഗം. അതിന് നമ്മൾ 2 കോർണറിലായിട്ടാണ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ ആദ്യം നമുക്ക് റൈറ്റ് കോർണറിലോട്ട് പോകണം. ഞാൻ ആദ്യം കൈ പറഞ്ഞുതരാം. കൈ ഇങ്ങനെ വീണ്ടും ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് നാഗനാഗം നാഗനാഗം എന്നിട്ട് ഇങ്ങനെ റൈറ്റ് കോർണറിലോട്ട് പോകുമ്പം ലെഫ്റ്റ് കൈ മുകളിൽ, റൈറ്റ് കൈ സൈഡിൽ. നാഗനാഗം 1 2. അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കും. നാഗനാഗം നാഗനാഗം. ഇനി തിരിച്ച് റൈറ്റ് കൈ മുകളിൽ, ലെഫ്റ്റ് കൈ നീട്ടിപ്പിടിക്കും. നാഗനാഗം 1 2. കാല് വരുന്നത് ജസ്റ്റ് ഈ ലെഫ്റ്റ് കാലൊന്ന് ഇതാക്കിയിട്ട് താ ഇങ്ങനെ ആക്കും. താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പം നാഗനാഗം നാഗനാഗം നാഗ. അത് കളിക്കുമ്പോൾ അതുവരെ നമ്മൾ കാല് ഇങ്ങനെ ഒതുക്കിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ കൈ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് മുന്നോട്ടെടുക്കണം. നാഗനാഗം 1 2. ആദ്യം അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട്. തിരിച്ച് ചെയ്യുമ്പം നമ്മൾ ലെഫ്റ്റ് കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നാഗനാഗം 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 1 2. ഇനി നമ്മൾ കറങ്ങണം. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ തക്ക ധിമി നമ്മൾ തട്ടുമിട്ട അടവിൽ പഠിച്ചിട്ടുണ്ട്. തക്ക ധിമി. ഇവിടെ ആ താളമാണേ. നാഗനാഗം തക്ക ധീമി തക്ക ധീമി തക്ക ധീമി. ഇതാണ് നമുക്ക് വേണ്ടുന്ന താളം. അപ്പോൾ നമ്മൾ കറങ്ങി വരും. നാഗനാഗം 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 നാഗനാഗം. എന്നിട്ട് 1 2 3 4 5 6 7 8. ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, വീണ്ടും ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തോ കേട്ടോ. അപ്പം നാഗനാഗം നാഗനാഗം. എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് റൈറ്റ് കാലെടുത്ത് വെച്ചിട്ട് 1 2 3 4. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പാർട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് ചെയ്തിട്ട് നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാമേ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. നാഗനാഗം നാഗനാഗം നാഗനാഗം. ഇതിത്രയാണ് നമ്മളിവിടെ വരെ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പാർട്ട് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കൈ പറഞ്ഞു തരാമേ. ഇതെല്ലാം ഓരോ വരിയും 2 വട്ടം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് കൈകളിൽ മാറ്റം വരത്തില്ല, സ്റ്റെപ്സിൽ മാത്രമേ മാറ്റം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം കൈ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൈ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ആക്കാം, അളപത്മം വേണമെങ്കിലും ആക്കാം, രണ്ടാണെങ്കിലും ഓക്കെയാണ്. എന്നിട്ട് ആദ്യത്തെ കൈ ഈ നാഗത്തിൻ്റെത് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ലെഫ്റ്റ് കൈ ഡോളാഹസ്തം ഇട്ടിട്ട് റൈറ്റ് കയ്യിൽ നാഗത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി, അതായത് ലെഫ്റ്റ് കോർണറിൽ നിന്ന് ഇങ്ങനെ കറക്കി ലെഫ്റ്റ് ഷോൾഡറിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ വരി നമ്മളിപ്പോൾ കൈ പഠിച്ചു. നമുക്ക് കൈയും കാലും കൂടെ ചേർത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്, എന്നിട്ട് റൈറ്റ് കാല് ആ കൈ കറക്കുന്നതിനനുസരിച്ച് കാലും അതേ ഡയറക്ഷനിൽ കറക്കി ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരണം.
ജം. റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ബാക്കിൽ, റൈറ്റ് കോർണറിലോട്ട്. ഇനിയിപ്പോൾ നമ്മൾ കളിച്ചില്ലേ ഈ ഫസ്റ്റ് വരി, ആ സെയിം കൈകൾ തന്നെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെങ്ങനെ സ്റ്റെപ്പ് ഇട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാമേ. നമ്മൾ 2 കോർണറിലായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ട് കളിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ, ലെഫ്റ്റ് ലെഗ് ബാക്കിൽ വരും. താളം വരുന്നത് തജ്ജം 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 തജ്ജം. റൈറ്റ് കോർണറിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് കാല് ഫ്രണ്ടിൽ, റൈറ്റ് കാല് ബാക്കിൽ വരും. അപ്പോൾ കൈ വരുന്നത് സെയിം തന്നെയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തതിന് പകരം ഇവിടെ കൈ വരുന്നത് 1 2 3 4. 2 സൈഡിലായിട്ട് കോർണറിലായിട്ട്. ഇത്ര മനസ്സിലായോ? അപ്പോൾ ഈ 2 വരി ചേർത്ത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാമേ. അടുത്തത് ലെഫ്റ്റ് കൈ ഇവിടെ വയ്ക്കും. തക്ക ധിമി. നമ്മൾ നേരത്തെ കറങ്ങി ചെയ്ത സമയത്ത് ചെയ്ത അത് തന്നെ. തക്ക ധിമി. കാല് എൽ ഷേപ്പ്, ആലീഡം പൊസിഷനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സമത്തിൽ നിന്നിട്ട് നമ്മൾ ലെഫ്റ്റ് കാല് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ബോഡി നേരെ ഇരിക്കും. കൈ ഇങ്ങനെ നമ്മുടെ ചന്ദ്രക്കലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പകുതി കാണിക്കും. തക്ക ധിമി തക്ക ധിമി. കൈ ഇനി പറഞ്ഞാലുണ്ടല്ലോ, രണ്ടാമത്തെ കൈ ഇങ്ങനെ തക്ക ധിമി തക്ക ധിമി. എന്നിട്ട് കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് നാഗത്തിനെ പിടിച്ചിട്ട് തെയ്ഹ, ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് ഇങ്ങനെ പൊക്കും. എന്നിട്ട് ബാക്കിലോട്ട് 1 2 ആശ്രയേ ചേർത്ത് കാണിച്ചു തരാം. തക്ക ധീമി തൊട്ട് 3 സ്റ്റാർ. തക്ക ധീമി തക്ക ധീമി തെയ്ഹ ത ജം 1 2. ഇനി ഈ സെയിം സംഭവം നമ്മൾ ഇരുന്ന് ചെയ്യും. റൈറ്റ് മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നിട്ട് 1 2 3 4 5 6 7 8. ഓക്കെ, സെയിം സംഭവം തന്നെ ഇരുന്ന് ചെയ്യുന്നത്. എന്നിട്ട് പതുക്കെ നമ്മൾ അങ്ങ് താഴോട്ട് ഇരുന്ന് ലെഫ്റ്റ് കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് വയ്ക്കും. നമ്മൾ ഈ പുള്ളുവൻ പാട്ടിൻ്റെ സംഭവമില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. 2 കൈയിലും ജസ്റ്റ് കവിത്വം പിടിച്ചാൽ മതി. ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിച്ച് റൈറ്റ് കൈ ഇങ്ങനെ നാഗ നാഗം നാഗ നാഗം നാഗ നാഗം നാഗം. എന്നിട്ട് കൈ ഇങ്ങനെ 1 2. അതിൽ ഒന്നാമത്തത് ജസ്റ്റ് കൈ എടുത്താൽ മതി, കാര്യം കാലെടുക്കാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പതുക്കെ എഴുന്നേക്കും. ആദ്യം റൈറ്റ് സൈഡിലോട്ടാണ്. നാഗ നാഗം തക് തേയ് താം ഹിപ് തേയ് തേയ് താം താ തേയ് തേയ് താം ഹിപ് തേയ് തേയ് താം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ താ തേയ് തേയ് താം വേണമെങ്കിലും കളിക്കാം. ഞാനാണെങ്കിൽ ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ 1 2 3 4 അങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താത്തേ തേത്താൻ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായോ? ഇവിടെ തൊട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. തക്ക ധീ മി തക്ക ധീ മി തെയ്ഹ ത ജം 1 2 1 2 3 4 5 6 7 8. തരരര 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 തരരര. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ടിലത്തെ റൈറ്റ് കോർണറിലോട്ട് കൈ വരുന്നത് തജ്ജം തജ്ജം. അതായത് നീട്ടുന്ന കൈ അളപത്മമായിരിക്കും, നെഞ്ചിൻ്റെ അടുത്തിരിക്കുന്ന കൈ സെക്കൻഡ് കടകാമുഖമായിരിക്കും. സ്റ്റെപ്പ് വരുന്നത് തജ്ജം തജ്ജം തെയ്ഹ തെയ്ഹി. കൈ വരുന്നത് തജ്ജം തജ്ജം എന്നിട്ടിങ്ങനെ തെയ്ഹ തെയ്ഹി. ജസ്റ്റ് ഇങ്ങനെ കൈ ഒന്ന് കറക്കിയെടുക്കും. ഇതേ സംഭവം നമ്മൾ ലെഫ്റ്റിലോട്ട് കളിക്കുമ്പോൾ ലെഫ്റ്റ് കാല് ഫ്രണ്ടിൽ റൈറ്റ് കാല് ബാക്കിൽ വരും. തജ്ജം തജ്ജം തെയ്ഹ തെയ്ഹി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കറങ്ങി തക്കധിമി പോവും. എന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ 3 തക്കധിമി കളിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനൊന്ന് ചെയ്താലും കറക്റ്റായിട്ട് വരും. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി ലാസ്റ്റ് പാർട്ട് ജസ്റ്റ് ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണ്.
നമ്മൾ താഴെ ഇരിക്കണം. താഴെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ കറക്കി ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരും, തിരിച്ചും കൈ ഇങ്ങനെ കറക്കി കൊണ്ടുവരും. അത്രേ ഉള്ളൂ. ആദ്യം നമ്മുടെ റൈറ്റ് മുട്ട് കുത്തി നമ്മൾ ബാക്കിലോട്ട് തിരിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കാലെടുത്ത് ഇവിടെ ചവിട്ടും. ഇനി ആ ലെഫ്റ്റ് മുട്ട് കുത്തി റൈറ്റ് കാല് നീട്ടും. തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് തന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് ചെയ്യും. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ. അത് നിങ്ങൾ ചെയ്തു നോക്കണേ. കാര്യം ഞാനിപ്പം പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഞാൻ കളിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബാലൻസ് കിട്ടുന്ന രീതിക്കാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. കാലൊന്നും പൊക്കാതെ തന്നെ ഇങ്ങനെ കറങ്ങി വരാൻ പറ്റുന്ന ആൾക്കാരും കാണും. ഇനി അഥവാ ഇരുന്നിട്ട് കറങ്ങാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ വീണ് പോകുന്നു എന്ന് തോന്നുന്നവർ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കളിച്ചാലും മതി. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നാലും മതി. അത് മനസ്സിലായോ? എന്നിട്ട് നമ്മൾ പതുക്കെ അവിടുന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ബാക്കിലോട്ടെന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ കാല് നീട്ടി ബാക്കിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും. ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ബാക്കിലോട്ട് ഇങ്ങനെ മലർന്നു വരും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ട് മലർന്നു വരുമ്പോൾ ചിലർക്ക് ബാലൻസ് കിട്ടത്തില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, എനിക്കങ്ങനെ ചെയ്യാൻ ബാലൻസ് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കുകയോ നമ്മൾ ഫസ്റ്റ് കിടന്നതുപോലെ കിടക്കുകയോ ഇങ്ങനെ വെക്കുകയോ അങ്ങനെ എന്ത് സ്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിൽക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ ഈസി ആയിട്ട് അത് ചെയ്യാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആദ്യം ഞാൻ ഡാൻസ് പോസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ട്യൂട്ടോറിയൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും, അതായത് ഡാൻസ് അറിയുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും ബിഗിനേഴ്സിനാണെങ്കിലും ഇപ്പോൾ ഒരു റീലൊക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കാണെങ്കിലും മനസ്സിലാകുന്ന രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ് മാക്സിമം നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കണം, ചെയ്തു നോക്കണം. ബാക്കി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളും ഷോർട്സിൻ്റെതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ട്യൂട്ടോറിയൽ വീഡിയോ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്താം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണം അമർത്തുക. ബൈ.